എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് 2 കൊരിന്ത്യർ 4:6-7 വാക്യത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഇത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയും പിൻവരുന്ന യഥാർത്ഥ സത്യവിശ്വാസികളെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ നിർണയമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം. ഈ വാക്യം, ഇതിൻ്റെ നിവൃത്തി നമ്മൾ കാണുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 1-ന്റെ വാക്യം വായിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഉൽപ്പത്തി 1:3 വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അപ്പൊ അങ്ങനെ അരുളി ചെയ്ത ദൈവം മറ്റൊരു വെളിച്ചത്തെ കുറിച്ചാണ് ഇവിടെ അരുളി ചെയ്തത്. അത് യേശുക്രിസ്തുവാണ് ആ വെളിച്ചം. യേശുക്രിസ്തുവിലുള്ള വെളിച്ചം അത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പരിജ്ഞാനമാണ് എന്നാണ്. അപ്പോൾ ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം അത് ദൈവത്തിൻ്റെ മക്കൾക്കും ലഭിക്കണമെന്നാണ് ദൈവം യേശുക്രിസ്തുവിൽ കൂടി നിർണയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിളിക്കപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നതെന്നാണ്. ഇത് നമുക്ക് 12 അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും പ്രവൃത്തികളിലും കാണുവാൻ കഴിയും. 12 അപ്പോസ്തലന്മാർ ഉൾപ്പെടെയുള്ള ആദിമ സത്യസഭയിൽപ്പെട്ടവർ 1-ാം നൂറ്റാണ്ട് വരെ അവർക്ക് നൽകിയിരിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ, മരിച്ചവരെ ഉയർപ്പിക്കുക എന്ന് ഇത്യാദിയുള്ള എല്ലാ വിഷയങ്ങളിലും ഈ ദൈവത്തിൻ്റെ പ്രതിമയാകുന്ന യേശുക്രിസ്തുവിൻ്റെ തേജസ് അവരുടെ ഹൃദയങ്ങളിൽ വിളങ്ങിയിരിക്കുന്നതിൻ്റെ അടയാളമായി ചെയ്തിരുന്നു എന്നാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ ഒരു ദാനവും ലഭിക്കുന്ന അനുഗ്രഹവുമാണ് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അതുകൊണ്ട് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഇവിടെ മൺപാത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ജഡശരീരമാണ്. നമ്മുടെ ജഡശരീരത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം യേശുക്രിസ്തുവിൻ്റെ ആജ്ഞപ്രകാരം ചെയ്യുന്ന വിവിധങ്ങളായ അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും അത് നമ്മളുടെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്യുന്നതല്ല, അത് ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളും
മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ലോകത്തിന് ദൃശ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ശിമയോൻ എന്ന് പറഞ്ഞൊരു ആള് അപ്പോസ്തലന്മാര് അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴും അപ്പോസ്തലന്മാർ പലരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വ്യാപരിക്കുന്നതും കണ്ടപ്പോൾ ശിമയോൻ എന്ന് പറഞ്ഞൊരാള് പണം കൊണ്ടുവന്നു. ഞാൻ ആരുടെയെങ്കിലും തലമേൽ കൈവച്ചാൽ അവർക്ക് ഈ ആത്മാവ് ലഭിക്കണം, അതിന് പ്രതിഫലമായിട്ട് പണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ പണവും നശിച്ചുപോയി എന്നാണ് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ സൗജന്യമായി നൽകുന്ന ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഈ ലോക ജനങ്ങൾക്ക് അടയാളമായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അടയാളം മറ്റുള്ളവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ദൈവം നൽകുന്ന തെളിവുകളായിട്ടാണ്. അനേകരും ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും സംശയമാണ്. ദൈവമുണ്ടോ എന്നുള്ള സംശയം, യേശുക്രിസ്തു ജീവിച്ചിരുന്നോ എന്നുള്ള സംശയം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ലോകം ഇന്നും വിശ്വസിക്കാത്ത അവസ്ഥയിൽ തന്നെയാണിനി. അപ്പോൾ ഇതെല്ലാം മാറ്റം വരുന്ന ഒരു വലിയ കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ ജനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നാശത്തോടുകൂടി യഥാർത്ഥമായ ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള സത്യം പ്രകാശിപ്പിക്കേണ്ടതിന് ഈ നിക്ഷേപം ലഭിച്ചവരെ ദൈവം ഇന്ന് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം വളരെ ഓർക്കേണ്ടതാണ്. എന്നാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അത് 1-ാം നൂറ്റാണ്ടോടുകൂടി അവസാനിക്കുകയും ഇപ്പോൾ ക്രിസ്തുയേശുവിലേക്ക് വരുന്നവർ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ടാണ് ജീവിക്കേണ്ടതും മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതും എന്നുള്ളതാണ്. അപ്പോൾ ഈ അത്യന്ത ശക്തി നമ്മുടെ ജഡശരീരത്തിലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ ജഡശരീരം മരണത്തോടുകൂടി ഇല്ലായ്മയാകുമ്പോൾ പുനരുത്ഥാനത്തിൽ പുതിയ ഒരു ആത്മശരീരം ലഭിക്കുകയും ഈ ലഭിച്ചിരിക്കുന്ന അത്യന്തമായ ശക്തി ആ ശരീരത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യും. അത് ബുദ്ധിയിൽ പ്രകടമാകുകയും ചെയ്യും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വിശേഷമായി നമുക്ക് നൽകുന്ന ഈ അത്യന്ത ശക്തിയുടെ മർമ്മം. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കും.